നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പത്മ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ താരമായിരിക്കുകയാണ് ബംഗളൂരുവിൽ നിന്നുള്ള ദിവ്യാംഗനായ സാമൂഹിക പ്രവർത്തകൻ ഡോക്ടർ KS രാജണ്ണ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് രാജണ്ണ പത്മശ്രീ പുരസ്കാരം സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയിരിക്കുകയാണ്. 11ാം വയസ്സിൽ പോളിയോ ബാധിച്ച് കൈകളും കാൽപാദങ്ങളും നഷ്ടപ്പെട്ട രാജണ്ണ കാൽമുട്ടുകളിലൂന്നിയാണ് പുരസ്കാരം സ്വീകരിക്കാൻ എത്തിയത്. സദസ് അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിച്ചത് നിലയ്ക്കാത്ത കൈയടികളോടെയാണ്. പേര് അനൗൺസ് ചെയ്തതിനു പിന്നാലെ രാജണ്ണ കൈപ്പത്തിയില്ലാതെ തന്റെ ഇരു കൈകളും ഉയർത്തി മുന്നോട്ട് വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തെത്തി അഭിവാദ്യം ചെയ്യുന്നു. പ്രധാനമന്ത്രി വാത്സല്യത്തോടെ രാജണ്ണയുടെ കൈകൾ ചേർത്ത് പിടിക്കുന്നു. ഇരുവരും പ്രണമിക്കുന്നു. അല്പസമയം സംസാരിക്കുന്നു. തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അഭിവാദ്യം ചെയ്യുന്നു. തുടർന്ന് പുരസ്കാരം സ്വീകരിക്കുന്നതിനായി മുന്നോട്ട് നീങ്ങുന്നു. ശിരസ് നിലത്തമർത്തി നമസ്കരിച്ച ശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സമീപത്തേക്ക് നീങ്ങുന്നു. രാഷ്ട്രപതിയെ അഭിവാദ്യം ചെയ്ത് പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. അതീവ സന്തോഷത്തോടെ പുരസ്കാരം സ്വീകരിച്ച് സദസ്സിനു നേരെ ഉയർത്തി കാണിക്കുന്നു. ഈ സമയം അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന സൈനികൻ അദ്ദേഹത്തെ സഹായിക്കാൻ സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വന്നെങ്കിലും ആ സഹായം സ്വീകരിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. പിന്നാലെ പുരസ്കാരം സൈനികന് കൈമാറിയ ശേഷം രാഷ്ട്രപതിയെ അഭിവാദ്യം ചെയ്ത് ഇരിപ്പിടത്തിലേക്ക് മടങ്ങുന്നു. തന്റെ ശാരീരിക പരിമിതികൾക്കിടയിലും നൂറുകണക്കിന് ആളുകൾക്ക് പ്രചോദനവും താങ്ങും തണലുമായി മാറുന്നതിലാണ് ഡോക്ടർ രാജണ്ണ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങളുടെ പട്ടിക വളരെ വലുതാണ്. പോളിയോ ബാധിച്ചു കൈകളും കാൽപാദങ്ങളും നഷ്ടപ്പെട്ടെങ്കിലും തളർന്നില്ല. ദൃഢനിശ്ചയത്താൽ മുന്നോട്ട് നീങ്ങി. മെക്കാനിക്കൽ എഞ്ചിനീയറായി. വെല്ലുവിളികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിരവധി ദിവ്യാംഗർക്ക് തൊഴിൽ നൽകുന്നതിനായി സംരംഭകനായി. അവരെ സ്വയം പര്യാപ്തയാക്കാൻ വിവിധ മേഖലകളിൽ പരിശീലനങ്ങൾ നൽകി. 2002 കോലാലംപൂരിൽ നടന്ന പാരാലിമ്പിക്സിൽ പങ്കെടുത്ത് മെഡൽ നേടി രാജ്യത്തിന്റെ പ്രശസ്തി ഉയർത്തി. ഡിസ്കസ് ത്രോയിൽ സ്വർണവും നീന്തലിൽ വെള്ളിയുമാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. 2013 കർണാടക ഭിന്നശേഷി കമ്മീഷണറും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് 64ാം വയസ്സിലും തന്റെ പ്രവർത്തനങ്ങളിൽ സജീവമാണ് അദ്ദേഹം. പിന്നീട് നടിയും നർത്തകിയുമായ വൈജയന്തി മാല, നടൻ ചിരഞ്ജീവി എന്നിവർ ചടങ്ങിൽ പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ O രാജഗോപാൽ പത്മവിഭൂഷൺ പുരസ്കാരം ഏറ്റുവാങ്ങി. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് M ഫാത്തിമ ബീബിക്ക് മരണാനന്തര ബഹുമതിയായുള്ള പത്മവിഭൂഷൺ പുരസ്കാരം സഹോദരി ഡോക്ടർ ഹാസിയ റഹീബ് ഏറ്റുവാങ്ങി. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി, കർഷകൻ സത്യനാരായണ ഭലേരി എന്നിവർ പത്മശ്രീ പുരസ്കാരം സ്വീകരിച്ചു. പണ്ഡിതനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ P ചിത്രൻ നമ്പൂതിരിപ്പാടിന് മരണാനന്തര ബഹുമതിയായുള്ള പത്മശ്രീ പുരസ്കാരം ചെറുമകൻ ചിത്രഭാനുവാണ് ഏറ്റുവാങ്ങിയത്. വിവിധ മേഖലകളിൽ പ്രമുഖരായ 67 പേർക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. 5 പത്മവിഭൂഷൺ, 17 പത്മഭൂഷൺ, 110 പത്മശ്രീ ഉൾപ്പെടെ 132 പേരാണ് ഈ വർഷം പത്മ പുരസ്കാരങ്ങൾക്ക് അർഹരായത്. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും പുരസ്കാരങ്ങൾ 2 ഘട്ടമായാണ് സമ്മാനിച്ചത്. ഏപ്രിൽ 22 നടന്ന ആദ്യഘട്ടത്തിൽ മുൻ ഉപരാഷ്ട്രപതി M വെങ്കയ്യ നായിഡു, ഉഷാ ഉദിപ്പ്, മലയാളികളായ കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ, കണ്ണൂരിലെ തെയ്യം കലാകാരൻ EP നാരായണൻ എന്നിവരുൾപ്പെടെ 65 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. 2014 നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തിയതോടെയാണ് പത്മ പുരസ്കാരങ്ങൾ ജനകീയ പുരസ്കാരങ്ങളായി മാറിയത്. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടവരിലേക്ക് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ പുരസ്കാരങ്ങൾ എത്താൻ തുടങ്ങി. കർഷകരും കരകൗശല വിദഗ്ധരും കലാകാരന്മാരും പരിസ്ഥിതി പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും വിദ്യാഭ്യാസ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും തുടങ്ങി സമൂഹത്തിനു വേണ്ടി സംഭാവന ചെയ്തവരെയെല്ലാം ആദരിക്കപ്പെടുന്നു. പുരസ്കാരങ്ങൾ നാമനിർദ്ദേശം സമർപ്പിക്കുന്നതു മുതൽ ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നതിനു വരെ അർഹത മാത്രമാവുകയാണ് മാനദണ്ഡം.